വൈറ്റമിൻ ഇ സ്ഥിരമായി കഴിക്കുന്ന പലരെയും എനിക്ക് പരിചയമുണ്ട്. പക്ഷേ വൈറ്റമിൻ ഇ അങ്ങനെ കഴിക്കേണ്ട ഒരു വൈറ്റമിനേ അല്ല. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വൈറ്റമിൻ ഇ കഴിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചില മരുന്നിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോസ് എങ്ങനെയാണ്? വൈറ്റമിൻ ഇ കൃത്യമായി കഴിക്കേണ്ട രീതി എന്തൊക്കെയാണ്? ഇതെല്ലാം ശാസ്ത്രീയമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഡോഫോഡിയിലേക്ക് സ്വാഗതം. നമ്മൾ തുടങ്ങാം. ആദ്യം നിങ്ങൾ വൈറ്റമിൻ ഇനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് 8 തരത്തിലുള്ള കൊഴുപ്പിൽ അലിയുന്ന തരത്തിലുള്ള വിറ്റാമിൻ മോളിക്യൂൾസ് ആണ്. അതിൽ 4 എണ്ണം ടോക്കോഫിറോൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലും 4 എണ്ണം ടോക്കോ ട്രൈനോൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുമാണ് അടങ്ങിയിട്ടുള്ളത്. ഈ പറഞ്ഞ എല്ലാ മോളിക്യൂൾസും ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ സെല്ലിന് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. ഔട്ടർ കോട്ടിംഗ് ആണ് ഓരോ സെല്ലിൻ്റെത്. ഈ സെൽ മെംബ്രെയിനെ ഫ്രീ റാഡിക്കൽസിൻ്റെ ഇഞ്ചുറിയിൽ നിന്നും ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വൈറ്റമിൻ ഇ അത്യാവശ്യമായിട്ട് വേണം. വൈറ്റമിൻ ഇ നമ്മളുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് കാരണം ഈ സെൽ മെംബ്രെയിന് ഡാമേജ് ഉണ്ടാവാം. അത് കാരണം പ്രായം കൂടുന്നതിൻ്റെ സ്പീഡ് കൂടാം, സെല്ലിന് ഡാമേജസ് ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളും ഇൻഫ്ലമേറ്ററി ഡിസീസസും ഉണ്ടാവാൻ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. വൈറ്റമിൻ ഇനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒരു ഇസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആയിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഇ ഉൽപ്പാദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കണം. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നട്ട്സാണ്. അതിൽ പ്രധാനമായിട്ടും ബദാമിലും നമ്മളുടെ നിലക്കടയിലും വൈറ്റമിൻ ഇ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി സീഡ്സിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത് സൺഫ്ലവർ സീഡ്സിലാണ്. സൺഫ്ലവർ, സാഫ്ലവർ, സോയാബീൻ ഓയിലിലും വൈറ്റമിൻ ഇ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി പച്ചക്കറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചീരയിലും കേലിലും ബ്രൊക്കോളിയിലും നല്ല രീതിയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സിലേക്ക് വരുന്ന സമയത്ത് വൈറ്റമിൻ ഇ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് അവക്കാഡോയിലാണ്. വൈറ്റമിൻ ഇ ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണത്തിൽ നല്ല രീതിയിൽ അടങ്ങിയതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന വൈറ്റമിൻ ഇ കുറഞ്ഞത് കാരണമല്ല അധികം ആൾക്കാരും വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടി വരുന്നത്. പലതരത്തിലുള്ള അസുഖങ്ങളുടെ ഭാഗമായി വൈറ്റമിൻ ഇൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു വരാം. ഇതിൽ മാൽന്യൂട്രീഷൻ പെടുന്നുണ്ട്. ഫാറ്റിനെ കൃത്യമായി ആഗിരണം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഫാറ്റി ലിവർ ഡിസീസസിലും പല ജനറ്റിക് കണ്ടീഷൻസിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലൊക്കെ വൈറ്റമിൻ ഇൻ്റെ അളവ് കുറഞ്ഞു പോവാം. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഇത് പ്രധാനമായിട്ടും ന്യൂറോളജിക്കൽ ആയിരിക്കാം. കയ്യിലും കാലിലുമൊക്കെ തരിപ്പ് പോലെ വരാം. നമ്മളുടെ ബാലൻസും കോർഡിനേഷനിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുട്ടികളിലാണ് വൈറ്റമിൻ ഇൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതെങ്കിൽ അവർക്ക് വളർച്ചയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവാം. ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ളവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ ഇൻ്റെ അളവ് കുറയ്ക്കുന്ന അസുഖങ്ങളുള്ളവർക്കും വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഇങ്ങനെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർക്ക് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകാം. ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. എക്സസൈസിൽ നിന്നും മസിലിനെ റിക്കവർ ചെയ്യാൻ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർക്ക് എളുപ്പം സാധിക്കുന്നതാണ് പറയുന്നത്. ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് യൂസ്ഫുൾ ആണ്. ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർക്കും സ്കിൻ ഹെൽത്തും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഈവൻ ഹെയർ ഗ്രോത്തിനും വൈറ്റമിൻ ഇ ബെനിഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്. ഫാറ്റി ലിവർ ഡിസീസും ലിവർ ഡാമേജസ് ഉള്ളവർക്കൊക്കെ SGOT, SGPT എന്ന് പറയുന്ന ലിവർ എൻസൈംസിൻ്റെ അളവ് കൂടി നിൽക്കുന്നുണ്ടാവും. അത് കുറച്ച് കൊണ്ടുവരാനും ഇൻഫ്ലമേഷൻ ഉള്ളവർക്ക് CRPൻ്റെ ലെവൽ കുറച്ച് കൊണ്ടുവരാനൊക്കെ വൈറ്റമിൻ ഇ യൂസ്ഫുൾ ആണ്. പക്ഷേ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഈ പറഞ്ഞ അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല. ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ സപ്പോർട്ടീവ് മെഷറായിട്ടാണ് വൈറ്റമിൻ ഇൻ്റെ സപ്ലിമെൻറ്റ്സ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ ഇ നല്ല രീതിയിൽ അടങ്ങിയതുകൊണ്ട് തന്നെ ഒരു ദിവസം 15 മില്ലിഗ്രാമിൻ്റെ അടുത്ത് മാത്രം വൈറ്റമിൻ ഇ നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടിയാൽ മതി. അത് അധികം ആൾക്കാർക്കും കിട്ടാറുമുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് ഡോക്ടറിനോട് ചോദിക്കാതെ വാങ്ങിച്ച് കഴിക്കുന്നത് അത്ര നല്ലൊരു തീരുമാനമായിരിക്കില്ല. കാരണം വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതിലൊന്ന്, സ്ഥിരമായി വൈറ്റമിൻ ഇ കഴിക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാതെ ഇരിക്കുന്നൊന്നും ഒരു സ്റ്റഡീസിലും നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എന്ത് ഹെൽത്ത് ഔട്ട്കം പ്രതീക്ഷിച്ചിട്ടാണോ നമ്മൾ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത്, അത് സ്ഥിരമായി വൈറ്റമിൻ ഇ കഴിക്കുന്നവർക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധവും. പോരാത്തതിന് 180 മില്ലിഗ്രാമിലും കൂടുതൽ വൈറ്റമിൻ ഇ ഓരോ ദിവസവും സ്ഥിരമായി കഴിക്കുന്നവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഇത് കാരണം വരാമെന്നും പറയുന്നുണ്ട്. അതിൽ ക്യാൻസേഴ്സും ഉൾപ്പെടുന്നുണ്ട്. ഹൈ ഡോസസ് വൈറ്റമിൻ ഇ എടുക്കുന്നവർക്ക് നോസിയ, ഡയറിയ, വോമിറ്റിംഗ്, വിട്ടുമാറാത്ത ക്ഷീണം, ബ്ലഡ് വിഷൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ ഇത് ദീർഘകാലം കഴിക്കാനും പാടില്ല. 1-2 മാസം കഴിച്ചതിന് ശേഷം നിർത്തി വെക്കേണ്ടതുമാണ്. പലരും ഡോക്ടർമാർ ഇത് ആദ്യം എഴുതി തന്നത് ശരീരത്തിന് നല്ലതാണെന്നുള്ള രീതിയിൽ
തുടർന്ന് കഴിക്കുന്ന എത്രയോ പേരുണ്ട്. വൈറ്റമിൻ ഇ അങ്ങനെ കഴിക്കേണ്ട ഒരു വൈറ്റമിനേ അല്ല. ആവശ്യത്തിലും കൂടുതൽ അളവിൽ വൈറ്റമിൻ ഇ ശരീരത്തിൽ എത്തുന്നതിനനുസരിച്ച് സ്ട്രോക്കും ഹാർട്ട് ഫെയിലിയറിൻ്റെ ചാൻസസും കൂടാൻ സാധ്യതയുണ്ടെന്ന് പല മെറ്റാ അനാലിറ്റിക്കൽ സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റമിൻ ഇൻ്റെ കൃത്യമായിട്ടുള്ള ഡോസിലേക്ക് വരാം. ഒരാൾക്ക് ടോട്ടൽ ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട വൈറ്റമിൻ ഇൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ദിവസം 15 മില്ലിഗ്രാമാണ്. ഒരു ദിവസം കിട്ടാവുന്നതിൻ്റെ പരമാവധി എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം അഥവാ 1 ഗ്രാമാണ്. അധിക വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സിലും അടങ്ങിയിരിക്കുന്നത് ആൽഫ ടോക്കോഫെറോൾ എന്ന് പറഞ്ഞ രൂപത്തിലുള്ള വൈറ്റമിൻ ഇ ആണ്. CRPൻ്റെ അളവ് കുറയ്ക്കാനും TNF ആൽഫയുടെ ലെവലിൽ വ്യത്യാസങ്ങൾ വരുത്താനും ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്താനാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സിൻ്റെ റെക്കമെൻഡ് ഡോസ് എന്ന് പറയുന്നത് 500 മുതൽ 700 മില്ലിഗ്രാം പെർ ഡേ, അങ്ങനെ 8 ആഴ്ചത്തേക്കാണ്. ഇനി ഫാറ്റി ലിവർ ഡിസീസസും SGOT SGPTൻ്റെ ഒക്കെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇയുടെ റെക്കമെൻഡ് ഡോസ് എന്ന് പറയുന്നത് 180 മുതൽ 400 മില്ലിഗ്രാം പെർ ഡേ ആണ്, അങ്ങനെ ഒരു മാസത്തേക്ക്. ഇനി വൈറ്റമിൻ ഇ കഴിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു തരത്തിലുള്ള ടാബ്ലറ്റ്സ് ഏതൊക്കെയാണെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ സ്ഥിരമായി കഴിക്കുന്ന ഒരു മരുന്നാണ് ആസ്പിരിൻ. രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തരുന്ന മരുന്നാണ് ആസ്പിരിൻ. എക്കോസ്പിരിൻ എന്നൊക്കെ പറയുന്ന മരുന്നിൻ്റെ കൂടെ വൈറ്റമിൻ ഇ കഴിക്കുമ്പോൾ ഡ്രഗ് ഇൻ്ററാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് വാർഫാരിൻ എന്ന് പറയുന്നത്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസ് കഴിഞ്ഞവർക്കൊക്കെ ചിലപ്പോൾ വാർഫാരിൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരും വൈറ്റമിൻ ഇ കഴിക്കുന്നതിന് മുമ്പേ ഡോക്ടേഴ്സുമായി ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ടെമോക്സിഫിൻ, സൈക്ലോസ്പോറിൻ എ എന്നൊക്കെ പറയുന്ന മെഡിസിൻസിൻ്റെ കൂടെയും വൈറ്റമിൻ ഇ എടുക്കുന്നതിന് മുമ്പേ ഡോക്ടേഴ്സുമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി വൈറ്റമിൻ ഇ ഒരു ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്നത് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കൂടെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഒരു ഗ്ലാസ് പാലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കുന്നതായിരിക്കും നല്ലത്. വൈറ്റമിൻ ഇ പലതരത്തിലുള്ള സ്കിൻ ക്രീംസിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസും ലോങ് ടേം എടുക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റുമായി ഡിസ്കസ് ചെയ്യണം. 2-3 മാസം വരെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള സ്കിൻ ക്രീംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ കണ്ടിന്യൂസ് ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനം നിങ്ങളുടെ ഡോക്ടറിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ആണ് നിങ്ങൾ തേടുന്നതെങ്കിൽ അതിപ്പോൾ ഡോഫുഡി സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തൊക്കെയാണ് അറിയേണ്ടത് അത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ ചാനലിൽ ഇതിനു മുമ്പേ മറ്റു തരത്തിലുള്ള വൈറ്റമിൻസിനെയും സപ്ലിമെൻറ്റ്സിനെയും കുറിച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി. ഞാൻ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ വീണ്ടും കാണാം. ബൈ.